ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശിവയും അതുപോലെ തന്നെ വിവേകം കൂടിയും സംസാരിക്കുന്നുണ്ട്. ശിവ പറയുന്നുണ്ട്, എല്ലാത്തിൻ്റെയും പുറകിൽ എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ന്യൂസ് എത്തിച്ചു തന്നതും എല്ലാ കാര്യങ്ങളും വിവേക് ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശിവയോട് ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യമായി കേൾക്കുന്ന എന്ന മട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് എന്തായാലും ആൾ വിട്ട പുള്ളിയല്ലല്ലോ തൻ്റെ അമ്മയും വർഷയും. അതെ, പക്ഷേ എൻ്റെ അമ്മ ന്യൂസൊക്കെ തന്നതാണെങ്കിലും വർഷയാണല്ലോ അതെല്ലാം തന്നെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തത്. അവൾ മിടുക്കിയാണ്, കള്ളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, അത് ശരിയാണല്ലോ. പിന്നെ അവൾ ഞാനൊരു ഒരു പാവം കുട്ടിയാണെന്നാണ് കരുതിയത്, പക്ഷേ നല്ല ബുദ്ധിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ, അതൊക്കെ പോട്ടെ. പിന്നെ വിവേക് എന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് വരുമോ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇന്ന് അപ്പോൾ അവിടെ വർഷയെ കാണുന്നുണ്ട്. വർഷയെ കാണുമ്പോഴത്തേന് വിവേക് പറയുന്നുണ്ട്, അങ്ങനെ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്കിത് എന്ന് പറഞ്ഞിട്ട്. US ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അവൻ എന്നെ കാണാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓ, അത് ശരി. അവനെ കാണുമ്പോൾ തനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവൻ നല്ലൊരു പുള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നീടും ശിവ വിളിക്കുന്നുണ്ട്. ഇല്ലടോ, വരാൻ പറ്റില്ല. അങ്ങനെ ശിവ ആ ന്യൂസ് അറിയുന്നുണ്ട് കേട്ടോ. അമ്മരാട് വിക്രമിനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം ഇത് കേൾക്കുന്ന ശിവ നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ വിവേകിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമുള്ളൊരു വാർത്തയാണ് വിവേക് എന്ന് പറയുന്നു. പക്ഷേ താഴെ നിന്ന് വർഷ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഈ കാര്യം പറയുന്നുണ്ട് വിവേകിനോട്, വിക്രമിനെ അറസ്റ്റ് ചെയ്തു. എനിക്കിതിൽ കൂടുതൽ സന്തോഷം എന്താ നമുക്കെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ന്യൂസ് കറക്റ്റ് ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു ടീമായിട്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ് വിവേക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, പോയിട്ട് വാ എന്ന് പറയുന്നു. വിവേകിനെ ശിവ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ വർഷയ്ക്ക് ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ പോട്ടെ പറഞ്ഞിട്ട് ഓടിപ്പോകുന്നു. അതിനുശേഷം തന്നെ വിവേക് വർഷയെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു കേട്ടോ. താനെന്താ ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോയാലും പോയില്ലെങ്കിൽ തനിക്കെന്താ? എന്തിനാണോ താൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? തന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? താൻ തെറ്റ് ചെയ്തില്ലേ? എല്ലാം കൊണ്ട് എൻ്റെ പുറകെ നിന്ന് എന്നെ ഉപദ്രവിക്കാനല്ലേ നോക്കുന്നത്? താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ആ ചന്ദ്രദാസൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതും തൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാണെന്നറിയോ? തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കാതിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആരും വിശ്വാസമല്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ വർഷയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ താൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കടോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേനും വർഷയ്ക്ക് വിവേകിനോട് ഉള്ളിലുള്ള സ്നേഹം പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അവളുടെ കണ്ണിലൂടെ അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എത്രയൊക്കെ വഴക്കിട്ടാലും വിവേകിനെ തൻ്റെ മനസ്സിൽ തന്നെയാണ് വർഷ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ വിവേക് കൈ കയറി പിടിക്കുന്ന സമയത്ത് വിടാനൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അത് വർഷ ഒന്നിനും സമ്മതിക്കാതിരിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് തന്നെ അവിടേക്ക് ധനപാലൻ, വിവേക് നീ എവിടെയാടാ എവിടെയാടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഡാഡി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞിട്ട് വർഷയെ പിടിച്ചിട്ട് വിവേകും അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ താൻ എന്താണോ ഈ കാണിക്കുന്നത്? എന്നെ വിശ്വസിക്കണോ? തന്നെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവാൻ പാടില്ല. തന്നെ തന്നെ എത്രമാത്രം ഞാൻ സംരക്ഷിക്കുന്നത് തനിക്കറിയില്ല. കാരണം ഇത്രയും ശത്രുക്കളുണ്ടായിട്ടും തൻ്റെ പുറകെ ഞാൻ നടക്കുന്നത് നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന വർഷയ്ക്കാണെങ്കിലോ വിവേകിനോട് ഒന്നുകൂടി സ്നേഹം കൂടിയിരിക്കുകയാണ്. അവനോട് എതിർത്തൊരു വാക്ക് പോലും വർഷയ്ക്ക് പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം കേട്ടോ. നല്ല ഭയങ്കരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നോട്ടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ധനപാലം വരുന്നുണ്ട്. ഇവൻ എവിടെയാണാവോ? അങ്കിത് വിളിക്കുന്നടാ, നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നങ്ങളുമില്ല, നമ്മൾ നല്ല കൂട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിവേക് പോകുന്നു കേട്ടോ. വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ അങ്കിതാണ് വരുന്നത്. ശരിക്കും ശിവയുടെ നായകനായിട്ട് തന്നെ കേട്ടോ അങ്കിത് വരുന്നത്. ശിവ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഓടി എത്തുന്ന സമയത്ത് കാറിൻ്റെ മുന്നിൽ പെടുന്നുണ്ട്. അങ്ങനെ ശിവ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയ്യോ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞിട്ട് അങ്കിത അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു. വിവേകിനെ പോലെ തന്നെ അങ്ങനെ അങ്കിത ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എന്താടോ തനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല എന്ന് എണീക്കെന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നു. അങ്ങനെ ശിവയെ എണീപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്കിത്. അങ്ങനെ കാണുമ്പോൾ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള നോട്ടവും അതുപോലെ തന്നെ എല്ലാം നമുക്ക് കാണാനായിട്ട് അങ്ങനെ അവളെ പിടിച്ച് പതുക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. തനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, താൻ എന്നെ ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാമായിരുന്നു എന്ന് പറയുന്നു. അയ്യോ സോറി എന്ന് പറയുന്നു.
പിന്നെ ഞാനിവിടെ വിവേകിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു. അങ്കിതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിലായി. ഇവിടെ വിവേകിൻ്റെ ഈ വീട്ടിൽ താമസിക്കുന്നതാണ്. റെൻറ്റിന് താമസിക്കുകയാണ് ഞങ്ങൾ. വിവേക് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരാനായിട്ട് പോകുന്നുണ്ട് ഫ്രണ്ടാണെന്നൊക്കെ. അതെയോ, എൻ്റെ പേര് ശിവനന്ദ എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ധനപാലന് അയ്യോ ഓടി വായോ ശ്വാസം മുട്ടുന്നേ എന്ന് പറയുന്നു. ആ സമയത്ത് അങ്കിതും അതുപോലെ ശിവയും കൂടി അങ്ങോട്ട് ഓടിയെത്തുന്നു. വിവേക് എന്താ അച്ഛ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. വസുന്ധര എവിടെ, അവളോടും കൂടി സംസാരിക്കണം, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ വസു അവിടേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് വർഷയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വസു ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ആ വിക്രമിനെ അറസ്റ്റ് ചെയ്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ സന്തോഷിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നിൻ്റെ മുടി കെട്ടാലോ, അങ്ങനെ ആ മുടി പിടിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. മോളെ നമ്മൾ ജയിച്ചടാ എന്ന് പറഞ്ഞിട്ട് ശിവയെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വിവേക് പറയുന്നുണ്ട് ഈ ശിവയ്ക്ക് എല്ലാവിധ കൺഗ്രാജുലേഷനും, ഇങ്ങനെ ഒരു വലിയൊരു മീഡിയയിലൂടെ ശിവ ഈ ന്യൂസ് പുറത്തെത്തിച്ചു. ധൈര്യത്തോടു കൂടി തന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശിവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ ഇതിൻ്റെ പുറകിൽ ഉപയോഗിച്ചിട്ടുള്ള ബുദ്ധി വർഷയുടെയാണല്ലോ. വർഷയ്ക്കും എൻ്റെ വക ഒരു ഷേക്ക് ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്ന സമയത്ത് തന്നെ വർഷയുടെ കൈ വിവേക് പിടിവിടുന്നില്ല കേട്ടോ. വർഷ പിന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വർഷയോട് പ്രണയം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ലൊരു കിടിലൻ എപ്പിസോഡുകളായിട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നീട് വസുന്ധര പറയുന്നുണ്ട് എൻ്റെ കുട്ടികൾ കാരണം ഞാൻ ജയിച്ചിരിക്കുകയാണ്, ഇവരാണ് എനിക്ക് ആ നീതി വാങ്ങിച്ചു തന്നത്, വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. എന്തിനാ വസുന്ധര അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും അയാൾ തോറ്റു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അങ്കിത് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് ഒരു മീഡിയയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്ത് MGK മീഡിയ, അത് ഈ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയാണ്. വലിയ ചാനലൊന്നും അല്ലെങ്കിൽ പോലും അതിലൂടെ വിക്രമിനെ തകർക്കാൻ വരെ സാധിച്ചു എന്ന് കരുതി അങ്ങനെ ഇതിനുള്ള ധൈര്യം കാണിച്ച ശിവയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ എന്ന രീതിയിലൊക്കെ അങ്കിത് പറയുന്നുണ്ട് കേട്ടോ. അങ്കിതാണെങ്കിൽ ശിവയോട് ചെറിയൊരു താല്പര്യം പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഇനി എന്തായാലും ഈ ചാനലിങ്ങനെ എൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണെങ്കിൽ പക്ഷേ ചാനൽ ഒരുപാട് വലുതാക്കാനുള്ള ഫണ്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് വസുന്ധര പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ ചാനലും വലുതാക്കാൻ നമുക്ക് അതിനുള്ള ഫണ്ട് ഞാൻ ഇറക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ചാനലിന് വലുതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ അങ്കിത്. വരുന്നതോടുകൂടി തന്നെ ശിവയ്ക്ക് നല്ലൊരു തുണയാവുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് തന്നെ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് ന്യൂസ് എൻ്റെ ടീമിനോട് കൊണ്ടുപോയിട്ട് അതെന്തായാലും കവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്കിതും അതുപോലെ ശിവയും കൂടി ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വിവേക് പറയുന്നുണ്ട് എല്ലാത്തിനും പുറകെ എൻ്റെ പെൺകുട്ടിയാണല്ലോ എന്ന രീതിയിലൊക്കെ വർഷയോട് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വർഷയോട് ഒരുപാട് സ്നേഹത്തോടു കൂടിയുള്ള ആ നോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വീണ്ടും ഹരിതയെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ വിക്രമിൻ്റെ വീട്ടിൽ ന്യൂസ് ചാനലിൽ എല്ലാവരും വന്നിട്ട് ഹരിതയാണെങ്കിലോ അങ്കിളിനെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യിപ്പിച്ചാണെന്നൊക്കെ പറയുന്ന സമയത്ത് അവിടേക്ക് അഞ്ച് വരുന്നുണ്ട് വിവേകിനെ കാണാനായിട്ട്. അവൾ ഫോണൊന്നും എടുക്കുന്നില്ല. അങ്ങനെ വിവേകിനെ കാണാനായിട്ട് ആരും കാണാതെ അതിനകത്തേക്ക് എത്തുന്നു. നീ എന്താടോ ഇവിടെ എത്തിയത്, തന്നെ കാണണമെന്ന് വിചാരിച്ചു, താനാണ് ഈ ഫോൺ കൊടുക്കുന്നില്ല, എന്താടോ, എൻ്റെ അച്ഛനല്ലേടോ അറസ്റ്റിലായത്, എനിക്ക് അത്രയും വിഷമമുണ്ട്, കാരണം അമ്മയില്ലാത്ത എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ, എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട്. തനിക്ക് ഞങ്ങളോടും അതുപോലെ തന്നെ വസുന്ധര ആൻറ്റിയോടൊക്കെ ദേഷ്യമുണ്ടോ, ദേഷ്യമൊന്നുമില്ല, എൻ്റെ അച്ഛനൊരു ചതിയനാണെങ്കിലും അയാൾ എനിക്ക് എൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ കാണണം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മോൾ വന്ന സമയം അതത്ര നല്ല സമയമല്ല, മോൾ എന്നായാലും ഇങ്ങോട്ട് വരേണ്ടതാണ്, ഇനി ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം, പക്ഷേ മോൾ ഇവിടുന്ന് പോയിക്കോ, ഹരിതയുണ്ട് അവിടെ, അവൾ കണ്ട പ്രശ്നമാണ്, മോളെ എനിക്ക് വിടാൻ തോന്നുന്നില്ല, പക്ഷേ പോയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജുവിനെ പറഞ്ഞയച്ചു വിടണം. ആ സമയത്ത് തന്നെ അഞ്ജു മുഖം മറിച്ച് പോകുന്ന സമയത്ത് ഹരിത ഒന്ന് നിൽക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് അവിടെ നീ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.